ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പ്രതീക്ഷിച്ച പോലെ തന്നെ ആദ്യയുടെ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നീ പുറകിലേക്ക് മാറിക്കോ, അവിടെ ഇവിടെ ഇരുന്നോട്ടെ. ആദ്യ കണ്ടപാടെ സോനയോടായി ഫെബി പറഞ്ഞു. അവളത് കേട്ട ഭാവം പോലും നടിക്കാൻ പുറത്തേക്ക് ശ്രദ്ധയിരിച്ചു. അവളുടെ പെരുമാറ്റത്തിൽ അരിശം പൂണ്ട ഫെബി അവൾ നോക്കി പല്ലിയരിച്ചു. അപ്പോഴേക്കും കാറ് ആദിയുടെ അരികിലെത്തിയിരുന്നു. വണ്ടിയിൽ പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ടതും ആദിയുടെ ശ്രദ്ധ അവളിലേക്കായി. രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. കയറിടി, ഫെബി പറഞ്ഞു. ആദി പിൻസീലിൽ കയറിയിരുന്നു. ഇത് സോന, വല്യമാമയുടെ മോളാ. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, അന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവളും കൂടെ ഉണ്ടായിരുന്നു. ആ, എനിക്ക് മനസ്സിലായി. ഉമ്മച്ചി വിളിക്കുമ്പോൾ എല്ലാവരെയും കുറിച്ച് പറയാറുണ്ട്. അതെയോ? ഒരു ചിരിയോട് ചോദിച്ച് സോന പുറകിലേക്ക് തിരിഞ്ഞു. മുഖവരിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ തമ്മിലായി കഥ പറച്ചില്ല. വേറൊരാൾ അപ്പുറത്തിനും ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്ന് ഓർമ്മ പോലും രണ്ടിനും ഇല്ലാതായി. അജാതി സംസാരം. ഒരു മൈൻഡും തരുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഫെബി പിന്നെ ആ ഭാഗം നോക്കാനും നിന്നില്ല. നിങ്ങൾ രണ്ടെണ്ണം കാരണത്തിൽ തന്നെ ഇരിക്കുകയാണോ? ഇറങ്ങാനുള്ള പരിപാടിയൊന്നുമില്ലേ? ആദ്യം നോക്കി അല്പം ഗൗരവത്തോടെ ചോദിച്ചപ്പോഴാണ് രണ്ടിനും സ്ഥലകാലബോധം വന്ന്. ഒരു ഞെട്ടിലോടെ ചുറ്റും കണ്ണോടിച്ച ശേഷം ആദി ഫെബിയെ നോക്കി ഒരു അവിഞ്ഞളി പാസ്സായി കൊടുത്തു. സ്ഥലത്തിയല്ലേ? ആദിയുടെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ ഒന്നുകൂടി അവൾ തറപ്പിച്ചു നോക്കി. ഫെബി കാറിൽ നിന്നും പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. പുറകെയായി ആദിയും സോനയും. ഇറങ്ങിയ പാടെ സോന ചെന്ന് ഫെബിയുടെ കൈത്തണ്ടയിൽ വട്ടം പിടിച്ചു. അവളുടെ ആ പ്രവൃത്തി കണ്ട് അവൻ തന്നെ ഒരു നിമിഷം പകച്ചുപോയി. അവൾ കാണിച്ച് ഒട്ടും ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അതിന് മറുപടി എന്നോണം ഒരു നറുപുഞ്ചിരിയാണ് സോനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പെട്ടെന്ന് വന്ന ഓർമ്മയിൽ ഫെബിയുടെ നോട്ടം ആദിയിലേക്കായി. അവളുടെ ഭാവവ്യത്യാസങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടതും അവന് ആശ്വാസം തോന്നി. അനിയത്തിയിൽ നിന്ന് കരുതി കാണും, ഫെബി മനസ്സിലോർത്തു. എങ്കിലും അവളൊരൽപ്പം അകൽച്ച കാണിച്ചാണ് നിൽക്കുന്നത്. വാടി എന്നും പറഞ്ഞ് അവൻ ആദ്യം തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അതോടെ സോനയുടെ മുഖം വിവരണമായി. തന്റെ ഇഷ്ടക്കേട് പരമാവധി മറച്ചു വെച്ചുകൊണ്ട് അവൾ അവരോടൊപ്പം നടത്തുന്നു തുടർന്നു. ഏത് ഫ്ലോറിലാണെന്ന് ഞാൻ ഷ്യാബിനെ വിളിച്ചോട്ടെ? സോനയുടെ കയ്യിലെ പിടുത്തം വിളിപ്പിച്ച് അവൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ഷ്യാബിനെ വിളിച്ച് അന്വേഷിച്ച് അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ലിഫ്റ്റ് പിടിച്ചു. അവിടെ എത്തിയതും എല്ലാവരും അവരെയും പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുകയായിരുന്നു. ഷിഫയെ കണ്ടതും ആദ്യം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു. ഫെബി ഷ്യാബിന് കൈ കൊടുത്തുകൊണ്ട് സോനെ അവർക്കൊക്കെ പരിചയപ്പെടുത്തി. ശേഷം സമയം വൈകിപ്പിക്കാതെ ഓരോ സെക്ഷനുകളിലേക്കായി തിരിഞ്ഞ് അവരവർക്ക് വേണ്ടതൊക്കെ എല്ലാവരും വാങ്ങിച്ച് കൂട്ടാൻ തുടങ്ങി. എങ്ങോട്ട് പോയാലും വിടാതെ പിന്തുടരുന്ന ഒരു ഒഴിയാപാതയായി സോന ഫെബിക്കോ ആദിക്കൊപ്പം കൂടി. ചില സമയങ്ങളിൽ അവൾ ഫെബിയോട് കാണിക്കുന്ന ഇടപഴകലുകൾ കണ്ട് ആദിയിൽ സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അത് അവളുടെ മുഖത്ത് പ്രകടമായി വരികയും ചെയ്തു. ആ ഭാവങ്ങളിൽ നിന്നും ആദിയുടെ മനസ്സ് ഫെബി വായിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. എങ്കിലും സോന ഒപ്പം നിൽക്കുന്ന കാരണം അവളോട് മിണ്ടാൻ അവന് കഴിഞ്ഞില്ല. അത് തന്നെയായിരുന്നു സോനയുടെ ഉദ്ദേശവും. അവരുടെ ഇടയിൽ വിള്ളൽ വീഴ്ത്തുക എന്നത്. പറ്റിയാൽ തനിക്ക് ഫെബിയെ ഇഷ്ടമാണെന്ന് ആദിയോട് പറയാതെ പറയണം. അതായിരുന്നു അവളുടെ മനസ്സിലിരിപ്പ്. ഏകദേശം താൻ വിചാരിക്കുന്ന ദിശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നറിഞ്ഞതും സോന ഉള്ളാലെ ഊറി ചിരിച്ചു. ഒരു ഷർട്ട് എടുത്ത് ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് കണ്ണാടിക്കുമ്പിൽ തിരിഞ്ഞു മറിഞ്ഞു നോക്കുകയാണ് ആഷി. അപ്പോഴാണ് കുറച്ചപ്പുറത്ത് സോനയും ഫെബി ആദ്യം നിൽക്കുന്നത് കാണുന്നത്. സോന എല്ലാത്തിനും മുമ്പ് നിൽക്കുന്നതുകൊണ്ട് ആദി സാറിനോട് കുറച്ച് അകൽച്ച കാണിക്കുന്ന പോലെ തോന്നി ആഷിക്ക്. മാത്രമല്ല, സാറ് ചോദിക്കുന്നതിനേക്കാൾ തലേനൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്കിടയിലെ പ്രൈവസി സോന കാരണം നഷ്ടമാവുന്നെന്ന് മനസ്സിലാക്കിയ ആദി കയ്യിലുള്ള ഡ്രസ്സുകളൊക്കെ മാറ്റിവെച്ച് അവരുടെ അടുത്തേക്ക് നടന്നു. അളിയ, ആഷി ഫെബിയെ വിളിച്ചു. അത് കേട്ട് അവർ ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. ഡ്രസ്സൊക്കെ എടുത്തളിയോ? ആഷി വീണ്ടും ഫെബിയോടായി ചോദിച്ചു. ആ, കുറച്ചൊക്കെ. നീ വാങ്ങിച്ചില്ലേ? എനിക്ക് ഒന്നും അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല. അഭിപ്രായം പറയാൻ ഒരാളില്ലാണ്ടാണെന്ന് തോന്നുന്നു. ഒന്നും ശരിയാകുന്നില്ല. അതുകൊണ്ട് ഈ മുതൽ ഞാനൊന്ന് കൂട്ടിക്കോട്ടെന്ന് ചോദിക്കാൻ വന്നാ. സോനയെ കാണിച്ച് ആഷി പറഞ്ഞതും ഫെബിയുടെ മൊത്തം പൂനിലാവ് ഉദിച്ചു. അതിനെന്ത് തന്നെ പൊന്നളിയോ, നീ കൊണ്ടുപോയിക്കോ. സെലക്ട് ചെയ്യാൻ അവളും മിടിക്കുക. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് സാവധാനം ഇങ്ങോട്ട് പറഞ്ഞേച്ചാൽ മതി. തമാശയെ പറഞ്ഞാണെങ്കിലും ആദിയോടൊപ്പം തനിച്ചു നിൽക്കാൻ സാറും ആഗ്രഹിക്കുന്നുവെന്ന് ആശി മനസ്സിലാക്കി. കൂടെ വരാൻ വീണ്ടും വീണ്ടും സോനയാവും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അത്രയും പറഞ്ഞപ്പോൾ സോനക്ക് ആശയെ എതിർക്കാൻ കഴിഞ്ഞില്ല. മനസ്സില്ലാ മനസ്സോടെ അവൾ ആശയോടൊപ്പം ജനസെക്ഷനിലേക്ക് നടന്നു. അവർ പോയെന്ന് ഫെബി ആദിയുടെ കയ്യിൽ കോർത്ത് പിടിച്ചു. ഇരുവരും പരസ്പരം നോക്കിയൊന്ന് മന്ദഹസിച്ചു. സമയം ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അവരവർക്ക് ആവശ്യമുള്ളതൊക്കെ എല്ലാവരും വാങ്ങിക്കൂട്ടി. ഈ നേരം അത്രയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആഷി സോനയെ അവനോടൊപ്പം പിടിച്ചു നിർത്തി. അവസാനം ബില്ലിംഗ് സെക്ഷനിൽ വെച്ചാണ് സോനയും ഫെബിയും വീണ്ടും കാണുന്നത്. അവനെ കണ്ടപാടെ മുഖം വീർപ്പിച്ചു വെച്ച് അവൾ ഫെബിയുടെ അടുത്തേക്ക് ചെന്നു. അല്പസമയം തീവ്രതയോടെ ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. പ്ലാൻ ചെയ്തെല്ലാം പാളിപ്പോയ ദേഷ്യത്തിൽ അവളുടെ മുഖം ചുവന്നു വന്നു. അതുകൊണ്ട് ഫെബിയുടെ പെരുവിരൽ മുതൽ അരിച്ചു കയറാൻ തുടങ്ങി. അവനവളുടെ മുഖത്തേക്ക് തീക്ഷ്ണമായി തുറിച്ചു നോക്കി. എന്താ നിന്റെ മനസ്സിലിരിപ്പ്? പണ്ടത്തെ പോലെ വേറെ വല്ല ഉദ്ദേശമാണെങ്കിൽ അന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് പറയാനുള്ളൂ. മറന്നേക്ക് നീ. എന്റെ മനസ്സിൽ ആദിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ആദിക്ക് മാത്രം. ഒരു താക്കീതോടെ പറഞ്ഞവൻ സോനയോടുള്ള അരിശം തീർത്തു. ഷിഫയുടെ കൂടെ ബാക്കിയുള്ള കവറുകളുമായി വരികയായിരുന്നു ആദി. പെട്ടെന്നാണ് മുന്നിൽ പരസ്പരം ശരീരം മുട്ടിനിൽക്കുന്ന രീതിയിൽ ഫെബിയെയും സോനയെയും കാണുന്നത്. തുടക്കം മുതൽ തന്നെ അവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെ അപാകതകൾ മണത്ത അവൾക്ക് ഈ കാഴ്ച കൂടി കണ്ടതോടെ ആകെ മനസ്സ് അസ്വസ്ഥമായി.
സോനയോട് കയർക്കുന്നിടയിലാണ് കുറച്ചു മാറി തങ്ങളെയും വീക്ഷിച്ച് നിൽക്കുന്ന ആദിയെ ഫെബിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആളുടെ സംശയത്തോടെയുള്ള നിൽപ്പ് കണ്ടതും സോനയെ തട്ടിമാറ്റി അവൻ വേഗത്തിൽ അവിടെ അടുത്തേക്ക് ചെന്നു. എല്ലാം ആയോ ആദി? മറുപടി ഒരു മുകളിലൊതുക്കി അവൾ ശ്യാമിനടുത്തേക്ക് ചെന്നു. എല്ലാം ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തി അവർ ഷോപ്പിംഗ് മാളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. കവറുകൾ ഓരോന്നായി വണ്ടിയിലേക്ക് എടുത്തു വെച്ചു. ആദിയുടെ മുഖത്തിന് അപ്പോഴൊരു തെളിച്ചമില്ലാത്ത ഫെബി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ശ്യാമിനൊപ്പം പോവുകയാണെന്ന് പറഞ്ഞു യാത്ര പറച്ചിലെന്നോണ്ട് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു ഫെബി. പകരം ഒരു മങ്ങിയ പുഞ്ചിരിയിൽ അവളുടെ മറുപടി ഒതുക്കി. ശേഷം സോന അവനെയും മാറി മാറി നോക്കി. അവൾ അവരോടൊപ്പം കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. സോനയുടെ മനസ്സിൽ ഞാനാണെന്നെങ്ങാനും ആദ്യം അറിഞ്ഞാൽ അവളുടെ മനസ്സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെടും. അല്ലെങ്കിൽ എന്തൊക്കെയോ തോന്നി തുടങ്ങിയിട്ടുണ്ട് അവൾക്ക്. വീട്ടിലെത്തിയാൽ ഉടനെ ആദ്യം അവൾ വിളിച്ച് പ്രണയത്തോടെ 2 വാക്ക് സംസാരിക്കണം. അവളുടെ ഉള്ളിൽ കടന്നു കയറിയ തെറ്റിദ്ധാരണകൾ മാറ്റണം. മടക്കയാത്രയിലുടനീളം ഫെബിയുടെ മനസ്സിൽ ആദ്യം മാത്രമായിരുന്നു. ആരേരം തറവാടിന് മുമ്പിൽ ആരെയും അതിശയിപ്പിക്കുന്ന വിധത്തിൽ കല്യാണത്തിന്റെ ആഡംബരപ്പന്തൽ തലയെടുപ്പോട് ഉയർന്നു. അതിന്റെ മാറ്റുകൂട്ടാനെന്നോണം പല കളറുകളുടെ LED ബൾബുകളും ചുറ്റിലും മിന്നിക്കൊണ്ടിരുന്നു. കുട്ടികൾ ആവേശത്തോടെ അവിടെ ഒന്നാകെ പാഞ്ഞു കളിക്കുകയാണ്. അവരോടൊപ്പം ആശയം ചേർന്ന് പൊലിപ്പിക്കുന്നുണ്ട്. ആ ബഹളത്തിലൊന്നും പെടാതെ ഒരു ഭാഗത്തായി മാറിയിരുന്ന് ഷിയാബ് ഷിഫയുമായി കിന്നരിക്കുകയാണ്. ഓരോന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ നടുവിലേക്ക് ഓടിയെത്തി പെൺപടകൾ കൂടെ കൂടെ അവരെ ശല്യപ്പെടുത്തുന്നു. ഷിയാബ് അവരെ ആട്ടിപ്പായിക്കുന്നില്ല. മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കിക്കാണുന്നുണ്ടെങ്കിലും ആദിയുടെ മനസ്സ് അവിടെയും ഉറച്ചു നിന്നില്ല. ഉള്ളം കയ്യിൽ ചുരുട്ടി പിടിച്ച വെള്ളക്കടലാസ് നിവർത്തി അവൾ വീണ്ടും വീണ്ടും അതിലെ വരികളിലൂടെ കണ്ണോടിച്ചു. സത്യമായിരിക്കും ഇതൊക്കെ? ഭയമോ സങ്കടമോ എന്നറിയില്ല. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത എന്തോ ഒന്ന് അവളുടെ ഹൃദയത്തെ കീഴടക്കി. സമാധാനം നഷ്ടപ്പെട്ടവൾ ആശയെ ലക്ഷ്യമിച്ച് താഴേക്ക് ഇറങ്ങിച്ചെന്നു. ആശി, ആശി! മക്കിൾസിന്റെ കൂടെ മതിമറന്ന് ഓടുന്ന തിരക്കിനിടയിൽ ആദിയുടെ തൊണ്ടകാരുകൾ വിളിയൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കളിയുടെ ഹാലിലാണ്. ആശി, എടാ ആശി! ഈ പോത്ത്! ദേഷ്യം വന്ന ആദ്യം മുറുമുറുത്തുകൊണ്ട് അവൻ ഓടുന്നതിന് പിന്നാലെ പോയി. ആശി! ഒന്നുകൂടി സൗണ്ട് എടുത്ത് വിളിച്ചും അവന്റെ ശ്രദ്ധ ആദിയിലേക്കായി. ആ പറ, എത്ര നേരെ നിന്നെ വിളിക്കുന്നു? എന്താന്ന് വെച്ചാ പറഞ്ഞോടി. ആൾക്ക് നോട്ടം കൊടുക്കാതെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് നടുവിൽ നിന്നും അവൻ വിളിച്ചു പറഞ്ഞു. ആദിക്ക് മനസ്സിലുള്ള സങ്കടം ഒന്നുകൂടി ഇരട്ടിച്ച് ദേഷ്യം വന്നു. അവന് മറുപടി എടുക്കാതെ അവൾ തിരിഞ്ഞടന്നു. അല്പസമയം കഴിഞ്ഞിട്ട് ആദിയുടെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞിട്ട് ആശി തിരിഞ്ഞു നോക്കി. അപ്പോഴേക്ക് അവൾ നടന്ന് വീടിനകത്തേക്ക് കയറിയിരുന്നു. അതുകൊണ്ട് കുട്ടികളോട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവൻ അവൾക്ക് പുറകെ ഓടി. കരളെ പിണങ്ങിയോ? സ്റ്റെയർ കയറുന്ന ആദിയുടെ തോളിലേക്ക് കൈവച്ചുകൊണ്ട് ആശി ചോദിച്ചു. അവന് മറുപടി കൊടുക്കാതെ അകാരണമായി കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിനെ അവൾ തുടച്ചു മാറ്റി. ആശി കാര്യം മനസ്സിലാവാതെ അതിശയത്തോടെ അവൾ തന്നെ മിഴിച്ചു നോക്കി. എന്താടി? ഉത്തരം കൊടുക്കാതെ അവൾ നടത്തം തുടർന്നു. എടി പറ, എന്താണെന്ന്? ആശിയുടെ ശബ്ദം കെടുത്തും അവൾ കൈകളുടെ പേപ്പർ അവന് നേരെ നീട്ടി. തെളിഞ്ഞ സംശയത്തോടെ അവനെ നിവർത്തി വായിക്കാൻ തുടങ്ങി. ഡിയർ ലവ്. ആദ്യ വരികളിലൂടെ കണ്ണോടിച്ച് അവൻ ആദ്യം നോക്കി. ശേഷം വീണ്ടും വായന തുടർന്നു. ഇങ്ങനെ ഒരു എഴുത്ത് എഴുതണോ വേണ്ടിയെന്ന് ഞാൻ ഒരുപാട് തവണ ഇരുന്ന് ആലോചിച്ചു. കാരണം പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിന്റെ ഇപ്പോഴത്തെ സന്തോഷം തല്ലിക്കെടുത്താൻ പാകത്തിനുള്ളതാണ്. പക്ഷേ പറയാതിരുന്ന് മനഃപൂർവ്വം നിന്റെ ജീവിതം തീരാ ദുഃഖങ്ങളുടെ പടുകുഴിയിലേക്ക് തള്ളിവിടാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അത്രമേൽ പ്രണയിച്ചാണ് ഞാൻ നിന്നെ. എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കില്ലെന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ കുറിച്ച് എന്ത് മോശം കേട്ടാലും നമുക്കത് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും ഇത്തിരി പ്രയാസം തോന്നും. എന്നാൽ ഇത് നീ അറിഞ്ഞേ മതിയാവും. ദൈവത്തെ പോലെ നീ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന നിന്റെ സാറുണ്ടല്ലോ, അയാൾ ഒരു ക്രിമിനലാണ്. പുറമേ കാണുന്ന പോലെയല്ല, എല്ലാ ചീത്ത സ്വഭാവങ്ങളുള്ള ആഭാസനാണ് അയാൾ. അവൻ മാത്രമല്ല, അവൻ്റെ അനിയനും നിരന്തരം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന ഒരു പ്രതിയാണ്. ജീവിതം നിന്റേതാണ്, തീരുമാനം എടുക്കേണ്ടത് നീയാണ്. ഇങ്ങനെ ഒരുത്തനെ വേണോ വേണ്ടയോ എന്ന് നന്നായിട്ട് ആലോചിച്ചു. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഒരു കാര്യം കൂടി, സ്റ്റിൽ ഐ ലവ് യു. വായിച്ചു കഴിഞ്ഞതും ആശി പേപ്പർ 2ആയി മടക്കി കണ്ണുകളടച്ച് ചിന്തയോടെ കസേരയിലേക്ക് ചാരി. ആശി! ആദിയുടെ വിളി കേട്ട് അവൻ കണ്ണു തുറന്നു. എന്ത് തോന്നുന്നു നിനക്ക്? ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടാവുമോ? എനിക്ക് ആകെ ടെൻഷനാവുന്നു. ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ആരും പുറമേ കാണുന്ന പോലെ ആയിരിക്കില്ല ആദി. സാറിന് നമുക്ക് ഒരുപാട് കാലത്തെ പരിചയമൊന്നുമില്ലല്ലോ. എന്ന് വെച്ച് ഈ ലെറ്ററിൽ എഴുതി മുഴുവൻ ശരിയാണെന്നും പറയാനൊക്കില്ല. സത്യമേതാ മിഥ്യേതാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അന്ന് രാത്രി അവരെല്ലാം കൂടി എന്തിന് സാറിനെ തള്ളി ചതച്ചു? പൂർവ്വവൈരാഗ്യം വല്ലതും തീർത്താണോ? എല്ലാം അറിയണം. എനിക്കെന്തോ വല്ലാതെ പേടിയൊന്നും ആശി. നീ സമാധാനിക്ക്. ഒരുപാട് കാലമായില്ലേ ഏതോ ഒരു അപരിചിതൻ വന്ന് നിന്റെ ബാഗിൽ ഇങ്ങനെ ഒരു എഴുത്തും വെച്ച് പോകുന്നു. അതാരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ശരിക്കും അയാളുടെ ഉദ്ദേശം എന്താണ്? നിന്നോട് യഥാർത്ഥ പ്രണയം തന്നെയാണോ, അല്ലെങ്കിൽ വേറെ വല്ല ദുരുദ്ദേശമുണ്ടോ? അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. നീ പോയൊരു പേന പേപ്പർ എടുത്തിട്ട് വാ. എന്തിന്? പറയുന്ന കേട്ടാ മതി, വേഗം ചെല്ല്. അവൻ പറഞ്ഞ പ്രകാരം ആദ്യ പേപ്പറും പേനയുമായി വന്നു. ആശി അവന്റെ അടുത്തായി അവൾക്കിരിക്കാൻ പാകത്തിന് ചെയർ വലിച്ചിട്ട് കൊടുത്തു. അവൾ അതിലേക്ക് ഇരുന്നു. ഞാൻ പറയുന്ന പോലെ എഴുതു. നീ ഇത് എന്ത് ഭാവിച്ച ആശി? കല്യാണം ആയതുകൊണ്ട് ശ്യാമിക്ക് നമ്മളോട് നയഞ്ഞു പെരുമാറുന്നുണ്ടെന്ന് കരുതി ഇതെങ്ങാനും അറിഞ്ഞാൽ ഹിറ്റ്ലർ നമ്മളെ കൊന്ന് കെട്ടിത്തൂക്കും. എനിക്ക് ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു.
ഇക്കാക്കറിയില്ല, ആരും അറിയില്ല. മറിഞ്ഞു കളിക്കുന്നവൻ ആരായാലും അവനെ പുറത്തുകൊണ്ടുവന്നേ പറ്റൂ. മുന്നോട്ടുള്ള ജീവിതത്തിൽ നിനക്കും സാറിനോടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. ചിന്തിച്ചപ്പോൾ അവൻ പറയുന്നത് ശരിയാണെന്ന് ആദിക്കും തോന്നി. ആശി പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കുകളും അവൾ ആ പേപ്പറിലേക്ക് പകർത്തി. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതുവരെ എനിക്ക് എഴുതിയ ഓരോ വരികളും വായിച്ച് കാണാതെ തന്നെ ഞാൻ നിങ്ങളെ പ്രണയിച്ച് തുടങ്ങിയിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സാറുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച്. ഇനി വയ്യ, മനസ്സിന് സ്വസ്ഥത കിട്ടുന്നില്ല. എനിക്ക് നിങ്ങളെ കാണണം, സംസാരിക്കണം. അതിന് ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരണം. എല്ലാം എഴുതുന്നുണ്ടെങ്കിലും ആദിയുടെ നെഞ്ചിൽ ആളിക്കത്തുന്ന തീയോടൊപ്പം അതിയായ കുറ്റബോധം തോന്നി അവൾക്ക്. സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണെങ്കിലും സാറിനെ ചതിക്കയില്ല എന്നൊരു നോവ് അവളുടെ ഉള്ളിൽ ഉടലെടുത്തു. വിഷമം മറച്ചു വെക്കാതെ അവൾ ആശയെ നോക്കി. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ കലങ്ങി തെളിഞ്ഞാൽ ഉടനെ നമുക്ക് ആദ്യം മുതലുള്ള സംഭവങ്ങൾ സാറിനോട് പറയാം. കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. അതുവരെ നീ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ആർക്കും സംശയം തോന്നാൻ ഇടവരരുത്. ആഷിക്ക് മറുപടിയായി അവളൊന്ന് അമർത്തി മൂടി. ശേഷം അവൻ പറഞ്ഞ പ്രകാരം എവിടെ വരണമെന്നും ഏത് കളർ ഡ്രസ് ധരിക്കണമെന്നും കൂടി അവൾ ആ വെള്ളക്കടലാസിൽ കൂട്ടിച്ചേർത്തു. എഴുതി തീർന്നും ആദ്യം എഴുന്നേറ്റ് പൈപ്പിനരിയിലേക്ക് നടന്നു. ഇരു കൈകളിലും വെള്ളം നിറച്ച് മുഖത്തേക്ക് തേവി നന്നായിട്ടൊന്ന് ഫ്രഷായി. കുറച്ചു സമയം ആലോചിച്ചങ്ങനെ ഇരുന്നതിന് ശേഷം കൈകളെ ലെറ്റർ മടക്കി ആദിയുടെ ബാഗിലേക്ക് വെച്ച് ആശയും മുറിവിട്ടിറങ്ങി. സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാമെന്ന പ്രതീക്ഷയിൽ രണ്ടുപേരും ചേർന്ന് കാണിച്ചത് ആദിയെ സങ്കടക്കടലിലേക്ക് തള്ളിവിടാനുള്ള ഒരു മുന്നൊരുക്കമാണെന്ന് അറിയാതെ നാളത്തോടുകൂടി എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയിൽ ഇരുവരും സമാധാനിച്ചു. കല്യാണത്തിന് ആവശ്യമായ പലചരക്ക് സാധനങ്ങളൊക്കെ ഗുഡ്സ് വണ്ടിയിൽ കയറ്റി കഴിഞ്ഞ് അയാൾ നെറ്റിയിലെ വിയർപ്പ് അടിച്ച് നിലത്തേക്ക് കുടഞ്ഞു. വണ്ടി എടുത്തോളൂ, ഞാൻ പുറകെ തന്നെ ഉണ്ടാവും. ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്ത് കാറിലേക്ക് കയറാൻ തുനിഞ്ഞപ്പോഴാണ് പരിചിതമായ രണ്ട് മുഖങ്ങൾ അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇവരെന്താ ഇവിടുന്ന് വരുന്നത് എന്ന ചിന്തയോടെ അയാളുടെ പാദങ്ങൾ അവർക്കരികിലേക്ക് ചലിച്ചു. നിങ്ങൾക്ക് എന്താ ഇവിടെ പണി? പരിചിതമായ ശബ്ദത്തിൽ അങ്ങനെ ചോദ്യം കേട്ടതും ആദ്യം ആശി ഒരുമിച്ച് ഞെട്ടിത്തിരിഞ്ഞു. മൂത്താപ്പ? രണ്ടുപേരുടെയും ചുണ്ടുകൾ ഒരുമിച്ച് കളിച്ചു. നിങ്ങളെന്താ ഇവിടെയെന്ന്? അയാളുടെ മുഖത്തും ശബ്ദത്തിലും കൗരവം നിറഞ്ഞിരുന്നു. അത് പിന്നെ ഞങ്ങളൊരു സാധനം. ആദിയുടെ തപ്പിത്തടൽ കണ്ട് മൂത്താപ്പ സംശയത്തോടെ നെറ്റി വിളിച്ചു. നിങ്ങൾക്ക് എന്തൊക്കെയോ വാങ്ങാണ്ട് പറഞ്ഞിട്ട് പോന്നാ മൂത്താപ്പ? കുറച്ച് കിട്ടി, ഇനി കുറച്ചുകൂടി വാങ്ങിക്കാനുണ്ട്. കള്ളം പൊളിയാതിരിക്കാൻ ആശി ഇടൽ കയറി പറഞ്ഞു. വാങ്ങിയതൊക്കെ മതി, കല്യാണ തലേന്നായിട്ട് തെണ്ടിയെടുക്കണം രണ്ടും കൂടി. ആട് വരുന്നവർക്ക് നിങ്ങൾ അന്വേഷിക്കല്ലേ? അത് മൂത്താപ്പ ഞങ്ങള് ഒന്നും പറയണ്ട, വണ്ടിയിലല്ലേ ഒന്ന്, അതുമായിട്ട് വേഗന്റെ പുറകെ കൂടിക്കോ. അയാൾ പറഞ്ഞു. ആദ്യ ആശയും പരസ്പരം നോക്കി. മൂത്താപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സിലോടെ അവർ ബൈക്കിലേക്ക് കയറി. ആശി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ആദിയുടെ നോട്ടം ചുറ്റിൽ അണിഞ്ഞിറക്കിയായിരുന്നു. കാണാൻ ആഗ്രഹിച്ച ആൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയാം. പക്ഷെ നിരാശയായിരുന്നു ഫലം. അയാളെ കാണാൻ സാധിച്ചില്ല. അപ്പോഴേക്കും മൂത്താപ്പയുടെ കാറിന്റെ ഹോൺ അവിടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മുഴങ്ങി തുടങ്ങിയിരുന്നു. അയാളുടെ കാറ് നീങ്ങിയ വഴിയെ അവരും പിന്തുടർന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവർക്ക് തൊട്ടു പിന്നിലായവൻ നിൽപ്പുണ്ടായിരുന്നു. ആദി കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോകുന്നവരെ വേദനയോടെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. ഇനിയൊരിക്കലും അവളെ തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ലെന്ന തോന്നലിൽ അവന്റെ ഉള്ള അസ്വസ്ഥമായി. വീട്ടിലെത്തിയതും ശ്യാമിന്റെ കണ്ണിൽ പെടാതെ രണ്ടുപേരും മുറിയിലേക്ക് കയറി. ആഷി ഫ്രഷ് ആവാനായി വേഗത്തിൽ ബാത്റൂമിലേക്ക് നടന്നു. ആദി ചിന്തയോടെ ചെയറിലേക്ക് ഇരുന്നു. ഒരേ ഇരിപ്പ് തുടരുന്ന നേരത്താണ് പുറകിൽ അവളുടെ കസിന്റെ ശബ്ദം കേൾക്കുന്നത്. ഇത്തൂസേ, താഴെ ഉമ്മി വിളിക്കണു. അത് കേട്ടതും ആദി അവളോടൊപ്പം ഇറങ്ങിച്ചെന്നു. ആഷി കുളിച്ചിറങ്ങിയപ്പോഴേക്കും മുറി ശൂന്യമായിരുന്നു. ഷെൽഫിൽ നിന്ന് അലക്കി തേച്ച വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞ് അവൻ വെളിയിലേക്ക് ഇറങ്ങി. കൈ മടക്കിക്കൊണ്ട് സ്റ്റെയർ ഇറങ്ങിയതും നേരെ ഷിഹാബിന്റെ മുന്നിലേക്കാണ്. എവിടെയായിരുന്നടാ നീ ഇതുവരെ? കുളിക്കായിരുന്നു നിൽക്ക. വേഗം ചെല്ല്, ഉപ്പയുടെ സുഹൃത്തുക്കൾ അവർ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഷിഹാബ് പറഞ്ഞു. ആശി നടത്തതിന്റെ വേഗത കൂട്ടി പന്തലിലേക്ക് ഇറങ്ങിച്ചെന്നു. ആ ദാ ആശി മോൻ. അവനെ കണ്ടത് ഉമ്മ ചിരിയോടെ പറഞ്ഞു. ആശി ഒന്നുകൂടി അവർക്കരിയിലേക്ക് അടുത്തു. ഉമ്മ അവനെ ചേർത്ത് പിടിച്ച് അവരോട് ഓരോന്ന് പറയുകയാണ്. ഇടയ്ക്കിടെ അവരുടെ ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ഉതിരുന്നുണ്ട്. അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് നിൽക്കുന്ന ആദിയുടെ മുഖത്തായിരുന്നു അവന്റെ ശ്രദ്ധ മുഴുവൻ. അവളുടെ മുഖത്തിന് തീരെ പ്രസന്നതയില്ല. മനസ്സ് മറ്റെവിടെ അലയുകയാണെന്ന് അവൾ പറയാത്തതിന് അവന് മനസ്സിലാക്കി. നിങ്ങൾ സംസാരിക്കുക, ഞാൻ വരുന്നു. ആശി ഉപ്പയുടെ സുഹൃത്തുക്കളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. സമ്മതമെന്നോടെ ഒരു മന്ദാസത്തോടെ അവർ തലയനക്കി. ഉമ്മ ദാ വരുന്നേ, ഉമ്മയോട് പറഞ്ഞ് ആദ്യം വിളിച്ച് അവനവിടുന്ന് മാറി. എന്താണ് നിന്റെ മുഖം ഇങ്ങനെ? നമ്മുടെ ഇക്കങ്ങനെ കല്യാണമായിട്ട് സന്തോഷിക്കില്ലേ വേണ്ട? ആദ്യം ഉത്തരം കൊടുക്കാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്റെ പൊന്നാദി, നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്കൊന്നിനൊരു ഉത്സാഹം തോന്നുന്നില്ല. ഇനി ഇങ്ങനെ മുഖം കുറിപ്പിച്ചിട്ടിരുന്ന ശ്യാമക്ക് നിന്നെ പൊക്കും കേട്ടോ. പിന്നെ പുകില് പറയണ്ടല്ലോ. ദയവ് ചെയ്ത് 2 ദിവസത്തേക്ക് നിന്റെ ടെൻഷൻ ഒന്ന് മാറ്റി വെക്കുന്നേ പ്ലീസ്. 2 ദിവസം കൊണ്ട് ഇനിയൊന്നും ഉണ്ടായിത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. ആശിയുടെ അപേക്ഷാസ്വരം കേട്ട് ആദ്യം ഒന്ന് നെടുവേർപ്പെട്ടു. ഇല്ലടാ, ഞാൻ ഹാപ്പിയാ, എനിക്കൊരു കുഴപ്പമില്ല പറഞ്ഞുകൊണ്ട് അവളൊരു നിറപുഞ്ചിരി അവനായി സമ്മാനിച്ചു. എന്നാ ചെല്, പോയി കുളിച്ച് ഈ വേഷമൊക്കെ മാറിവാ. പിന്നെ ഒരുങ്ങുമ്പോഴേ പൗഡർ കുറച്ച് അധികം കേട്ടോ, നിന്റെ സാറിപ്പ് വരും. ആശി കളിയോടെ പറഞ്ഞു. ആദിയുടെ അധരം വിടർന്നു. സമയം വൈകിപ്പിക്കാതെ അവൾ ഫ്രഷ് ആവാനായി പോയി. ആശി വീണ്ടും പന്തലിലേക്കും അവിടെ വരുന്നവരെയും പോകുന്നവരെയും സ്വീകരിച്ചും അവരോട് സന്തോഷം പങ്കിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഫെബി കയറി വരുന്നത്.
അവനെ കണ്ടതും ആശി വേഗത്തിൽ ചെന്ന് ഷെയ്ക്കാൻ കൊടുത്തു. ശേഷം സ്നേഹത്തോടെ ഒന്ന് പുണർന്ന് ഹൃദ്യമായ അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. ഇക്ക ഇതാരാണ് നോക്കിയേ? ഷിയാബിനെ വിളിച്ചുകൊണ്ട് ഫെബിയുടെ കൂടെ ആശി അകത്തേക്ക് കയറി. അവനെ കണ്ടത് ഉമ്മയും ഷിയാബും സന്തോഷത്തോടെ വരവേറ്റ് ഡൈനിങ് സോഫയിലേക്ക് ഇരുത്തിച്ചു. ഞാൻ കുടിക്കാനെടുക്കാം പറഞ്ഞുകൊണ്ട് ആശി ധൃതിയിൽ കിച്ചൺ ലക്ഷ്യം വെച്ച് നടന്നു. ഷിയാബിനോട് ഉമ്മയോട് ഓരോന്നും മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോഴേക്കും സാറിനുള്ള സ്പെഷ്യൽ ഷേക്കുമായി അവൻ തിരിച്ചെത്തി. ഫെബി അത് വാങ്ങി ചുണ്ടോട് ചേർത്തൊരു സിപ്പ് വലിച്ചെടുത്തു. എവിടെ ആദി? അവന്റെ നോട്ട ആശിയിലേക്ക് നീണ്ടു. എവിടെ അവള്? ഒരുക്കം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങില്ല ഇതുവരെ? ഷിയാബും ചോദ്യം ആവർത്തിച്ചു. ആള് മുറി കാണിക്ക, സാറ് കുടിച്ചതിന് ഞങ്ങൾ ഒരുമിച്ച് പോയി നോക്കിക്കോളാം. എന്നാ ഇവിടെ ഇരിക്കും, ഞാൻ നോക്കട്ടെ, പുറത്താരൊക്കെ വന്നിട്ടുണ്ട്. ഫെബി ഇപ്പൊ വരാവേ? ആ ശരിയാ. ഷിയാബ് മുറ്റത്തേക്ക് ഇറങ്ങി. ആഷി ഫെബി കൂട്ടിയിരുന്നു. കുടിച്ചു കഴിഞ്ഞാൽ അവരൊരുമിച്ച് മുകളിലേക്ക് കയറി. ആദി മുറിയിലേക്ക് ആരെടുത്ത് വെച്ച് വിളിച്ചുകൊണ്ട് ആശി ചുറ്റൊന്ന് കണ്ണോടിച്ചു. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവന്റെ നോട്ടം സാറിലേക്കായി. കുളിക്കാണെന്ന് തോന്നുന്നു, എപ്പോ തീരുമെന്ന് പറയാൻ പറ്റില്ല. സാറോട് ഇരിക്കും, ആള് വന്നിട്ട് മുറി കാണിച്ചു തരും, ഞാൻ നോക്കട്ടെ. പുറത്ത് പരിചയക്കാരൊക്കെ എത്തിയെന്ന് തോന്നുന്നു, ഇക്ക ചിലപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവും. ഓക്കേടാ, ആള് വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. സാറ് പറഞ്ഞു. അവൻ പുറത്തേക്ക് ഇറങ്ങി. ഫെബി ആദിയുടെ വരവും കാത്തു ബെഡിലിരുന്നു. അവന്റെ കണ്ണുകൾ റൂമിലെ ഭിത്തിയിലാകമാനം ഇഴഞ്ഞു നീങ്ങി. ഷോ കേസിൽ നിറഞ്ഞു നിൽക്കുന്ന മെഡലുകളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും കണ്ട് അറിയാതെ അവന്റെ കാലുകൾ അങ്ങോട്ട് ചലിച്ചു. ഓരോന്നിൽ എഴുതിയ പേരുകൾ വായിച്ചു. അതിൽ പകുതി ആശയുടേതാണെന്ന് അറിഞ്ഞു അവനൊട്ടും പുറകിൽ നിന്ന് ഫെബിക്ക് മനസ്സിലായി. പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോർ തുറന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്നു. അവളുടെ കോലം കണ്ട ഒരു നിമിഷം ഫെബിയുടെ ഹൃദയം നിലച്ചുപോയി. കണ്ണിമ ചിമ്മാതെ അവൻ അവളുടെ ഉടലഴകിൽ തന്നെ നോക്കി നിന്നു. മോളിപ്പാട്ടും പാടി തലകുർത്തിക്കൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവിടെ ഒരാൾ തന്നെ നോക്കി മിഴിച്ചിരിക്കുന്ന ആദി കാണുന്നത്. ഒരു നിമിഷം അവളുടെ ശ്വാസം നിലച്ചുപോയി. സർ, എങ്ങനെ ഇതിനകത്ത് ഇതപ്പോ? ഞെട്ടിൽ വിടാതെ വിക്കി വിക്കി അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. അതിന് ഉത്തരം കൊടുക്കാതെ ചുണ്ടിലൊരു കുസൃതി ചിരി ഒളിപ്പിച്ച് അവൻ മേലെ അവൾക്കരികിലേക്ക് ചൂടുകൾ വെച്ചു. ആദിയുടെ നോട്ടം അവളുടെ കഴുത്തിന് താഴേക്ക് നീണ്ടു. ബാത്റൂമിൽ നിന്നിടാനുള്ള എളുപ്പത്തിന് ആശയുടെ ഒരു ഷർട്ടായിരുന്നു അവൾ എടുത്തണിഞ്ഞത്. കഷ്ടിച്ച് മുട്ടുവരെ എത്തി നിൽക്കുന്ന ഷർട്ടിനെ സാറിന്റെ നോട്ടം കാണാൻ അവൾ താഴേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്ക് അവൻ നടന്ന ആദിയുടെ തൊട്ടരിയിൽ എത്തിയിരുന്നു. അവളുടെ തലയിൽ നിന്നും പരക്കുന്ന കാച്ചെണ്ണയുടെ മണം അവന്റെ നാസികയിലേക്ക് തുളച്ച് കയറി. നീണ്ട കൊലുന്നനെയുള്ള ഈറമുടിയിൽ നിന്നും അല്പം കൈകളിലെടുത്ത് മുഖത്തേക്ക് അടുപ്പിച്ചു. ആ സുഗന്ധ ഇഷ്ടത്തോടെ അവനൊന്ന് വലിച്ചെടുത്തു. ഇതിന്റെ കൂട്ടെന്ന് പറഞ്ഞിരുന്നേ, നല്ല മണം തരാമെന്ന രീതിയിൽ അവൾ പതുക്കെ തലയനക്കി. അപ്പോഴും കണ്ണുകൾ അവനിൽ തറഞ്ഞിടക്കിയായിരുന്നു. അവളുടെ പേടിച്ചുള്ള നിൽപ്പ് കണ്ട് ഫെബിക്ക് വീണ്ടും കുസൃതി തോന്നി. ആദി, എനിക്ക് നിന്നെപ്പോ ഒരു കിസ് അടിക്കാൻ തോന്നുക പറഞ്ഞിരുന്ന അവളുടെ കണ്ണുകൾ മലർക്കെ തുറന്നിട്ട് വാതിലേക്ക് പാഞ്ഞു. സർ പ്ലീസ്. യാചനയോടെ ആദി സാറിനെ നോക്കി. കുറുമ്പോടെ അവൻ മീശത്തുമ്പ് പിരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.